ഹലോ 2 മന്ത്സ് ബാക്ക് തുർക്കി വിസിറ്റ് ചെയ്തിരുന്നു ഇസ്താൻബുളിൽ. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതാണ് മറ്റേ റീൽ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ 3 o'clock ആകുമ്പോൾ ഇസ്താൻബുൾ എയർപോർട്ട് എത്തി. പിന്നെ ഫ്രഷപ്പ് ആയിട്ട് നേരെ ഈ ഒരു ബീച്ചിലേക്കാണ് വന്നത്. നമ്മൾ എനിക്ടാപ്പി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. അവിടെ അടുത്തുള്ളൊരു ബീച്ചാണ്. അങ്ങനെ ഇന്ന് പ്ലാനൊന്നുമില്ല. ഇന്ന് നമ്മൾ ഡേ 0 ആയിട്ടാണ് കാണുന്നത്. ഈ ബീച്ചിൽ കുറച്ച് പൂച്ചകളൊക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് സൺസെറ്റൊക്കെ കണ്ട് റൂമിൽ പോയി ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങാം. അങ്ങനെയുള്ളൂ ഇന്നത്തെ ഒരു പ്ലാൻ. അങ്ങനെ നമ്മൾ ഡിന്നർ കഴിക്കാൻ വന്നതാണ്. കുറേ വെറൈറ്റി സാധനങ്ങളൊക്കെ ട്രൈ ചെയ്തു. ഈ ഒരു ഷീപ്പ് കബാബ് ഭയങ്കര ടേസ്റ്റാണ്. ഞാനത് കഴിച്ചിട്ട് സോഫ്റ്റ് ആൻഡ് ജ്യൂസി എന്നൊക്കെ പറയുന്നു. അങ്ങനെ നമ്മൾ ഡേ 0 കഴിഞ്ഞു. ഇനി നമുക്ക് ആക്ച്വൽ ഡേ 1 കാണാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഫേമസ് ബ്രേക്ക്ഫാസ്റ്റായ മനാമൻ കഴിച്ച് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ എന്തോ ഒരു ചിക്കൻ്റെ ഐറ്റം കൂടി കഴിച്ചിരുന്നേ. ഇന്നത്തെ പ്ലാനാണ് നമ്മൾ സുൽത്താൻ അഹമ്മദ് സ്ക്വയർ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ കണ്ട ആ ഒരു ഖബറാണ് നമ്മൾ സുൽത്താൻ അഹമ്മദിനെ മറവ് ചെയ്ത സ്ഥലം. സുൽത്താൻ അഹമ്മദ് ഒരു ഒട്ടോമൻ സുൽത്താനാണ്. അപ്പോൾ ഇയാൾ ഉണ്ടാക്കിയ ഒരു ഫേമസ് ബിൽഡിംഗ് ആണ് നമ്മൾ ബ്ലൂ മോസ്ക്. ഇതിന് സുൽത്താൻ അഹമ്മദ് മോസ്ക് എന്നും കൂടി പറയും. അപ്പോൾ ആ ഒരു ഖബറിൻ്റെ അവിടുന്ന് നമ്മൾ നേരെ പോയത് ഈ ഒരു ബ്ലൂ മോസ്കിലേക്കാണ്. ഇത് ഒക്കെ വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. നമ്മൾ സുൽത്താൻ അഹമ്മദ് സ്ക്വയറിൽ എത്തിക്കഴിഞ്ഞാൽ ഇതൊക്കെ അടുത്താണ്. ഈ ഒരു ടോംബ് ആണെങ്കിലും അതിൻ്റെ തൊട്ടിപ്പുറമുള്ള ഈ ഒരു മോസ്കും. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയില്ലേ? അത് പുറത്തുനിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് രാത്രി കാണാൻ പ്രത്യേക ഭംഗിയാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇന്ന് രാത്രി വേറെ പ്ലാൻ ഉള്ളതുകൊണ്ട് ഇത് നടന്നില്ല. പിന്നെ ഇവിടുന്ന് നമ്മൾ റീലും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു മോസ്ക് സുൽത്താൻ അഹമ്മദിൻ്റെ 19ാം വയസ്സിൽ എന്തോ ഉണ്ടാക്കിയതാണ്. അങ്ങനെ നമ്മൾ ബ്ലൂ മോസ്കിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആ ഒരു ഏരിയ ആണ് സുൽത്താൻ അഹമ്മദ് സ്ക്വയർ. എല്ലാ ഫ്രെയിമും നല്ല ഭംഗിയാണ് ഇവിടുന്ന് കാണാനായിട്ട്. നമ്മൾ വന്നൊരു സമയം ഓഗസ്റ്റ് ആണ്. അപ്പോൾ അത്യാവശ്യം ഒരു സണ്ണി ഡേ ആണ്. കാര്യമായി ഹ്യൂമിഡിറ്റി ഒന്നുമില്ല, പക്ഷേ സൈക്കബിളായിരുന്നു. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് പോകാൻ പോകുന്നതാണ് ഹഗിയ സോഫിയ. ഹഗിയ സോഫിയ ഒക്കെ ഈ ബ്ലൂ മോസ്കിൻ്റെ അടുത്തുനിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് തന്നെയാണ്. അതിൻ്റെ ഉൾഭാഗമാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയാണ് ഉള്ളിലൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ പഴയൊരു ചർച്ചായിരുന്നു. പിന്നെ ഓട്ടോമൻ റൂളിൻ്റെ സമയത്ത് ഒരു മോസ്ക് ആയിട്ട് കൺവേർട്ടായി. പിന്നെ ഇപ്പോൾ അതൊരു മ്യൂസിയം ആയിട്ട് ഇപ്പം കറൻ്റ്ലി അതൊരു മോസ്ക് തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് പള്ളിയാണെങ്കിലും ബ്ലൂ മോസ്കിലാണെങ്കിലും ഹഗിയ സോഫിയയിലാണെങ്കിലും ഇപ്പോൾ നമുക്ക് വുളു എടുത്ത് നിസ്കരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ പ്ലാന് മോർണിംഗ് തൊട്ട് ആഫ്റ്റർനൂൺ വരെ ഈ ഒരു സുൽത്താൻ അഹമ്മദ് സ്ക്വയർ എക്സ്പ്ലോറിംഗ് ആണ്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഓരോരോ സാധനങ്ങളൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട്. ആ കാണുന്നത് കടലാണ്. ഈ ഇസ്താൻബുളിൽ നിന്ന് നമ്മൾ എവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഈ വാട്ടർ ബോഡീസ് കാണാം. അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. പിന്നെ നടന്ന് ഞാൻ പറഞ്ഞ ചെറിയൊരു ചൂടൊക്കെ ഉണ്ട്. നമ്മൾ ജ്യൂസൊക്കെ കുടിച്ച് ഇന്നിനി ഒന്നുമില്ല, നമ്മൾ ലഞ്ച് കഴിച്ച് റൂമിൽ പോയിട്ട് ഈവനിങ് പുറത്തേക്ക് ഇറങ്ങും. ആൻഡ് ഈവനിങ് വ്ളോഗൊക്കെ ആയിട്ട് ഞാൻ നെക്സ്റ്റ് പാർട്ടിൽ കാണാം. അതുവരെ ബായ്.